അതെ, എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നു, നമുക്ക് സ്വർണ്ണ കോടാലി തന്നില്ല. അല്ല, വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ല, ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ഫീൽഡ് ഔട്ട് ആയിട്ട് ഇരിക്കണേണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും എന്റെ പഴയ കഥ അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചേ ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ആവാന്ന്. നിങ്ങളിപ്പോ റീൽസ് ഒക്കെ ചെയ്യണില്ലേ, അതിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഞാനും പരിചയമാവല്ലോ. കുഴപ്പമില്ല, അന്ന് റീൽസ് ചെയ്യല്ലേ, അപ്പൊ അണ്ണനോട് റീൽസ് ചെയ്താൽ മതിയല്ലോ. പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. അണ്ണ ഇങ്ങോട്ട് വാ. എന്റെ പൊന്നണ്ണ, അണ്ണ ഇച്ഛിച്ചതും ഈ ദേവത കൽപ്പിച്ചത് റീൽസ്. അതെ, ഞാൻ ഒരു കാര്യം പറയാം, ഗ്രാഫിക്സ് ചെയ്യണമെങ്കിൽ പൈസയാവും. ഇപ്പൊ ഓസിനൊരു നടിയെ കിട്ടിയില്ലേ, ഇതിനെ ഒറ്റ അഭിനയിപ്പിച്ചാ പോരെ. അതും ഒറിജിനൽ ദേവത. അതെ, അപ്പൊ ഞാൻ നിക്കണ മുങ്ങണ? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചോ? അതെ, അണ്ണനുമായിട്ട് ഒരുമിച്ച് റീൽസ് അങ്ങ് ഷൂട്ട് ചെയ്യും. അതൊക്കെ. അല്ല, ഈ പുള്ളിക്ക് എത്ര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്? അയ്യോ, 3M. ഓ, 3 മില്യണാ? അല്ലല്ല, 3 മനുഷ്യർ. അല്ല, 3 ബ്ലോക്കിലെ മനുഷ്യർ. പാട്ടിടാൻ പോവാണേ. 1 2 3 ആക്ഷൻ. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാടിത്തേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. സൂപ്പറായിട്ടുണ്ട്. അണ്ണാ, പിന്നെ ചങ്ക് ബ്രോ വിത്ത് ജലദേവത എന്ന് ക്യാപ്ചർ എടുത്താ. അങ്ങനെ ക്യാപ്ചർ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആവുകയാണേ. പിന്നെ ക്യാപ്ചർ റീച്ച് ആവും, പക്ഷെ നിങ്ങൾ ആക്ഷൻ റീച്ച് ആവണമെന്ന് ആൾക്കാർ തീരുമാനിക്കും. ഇങ്ങോട്ട് കൂടുതൽ നമ്പർ ഇറക്കാൻ പറ്റില്ലേ? ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയ്ക്കെന്ന് അറിയാവോ? പിന്നെ